ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് വയനാട് മാനന്തവാടി പിലാക്കാവിന് സമീപമുള്ള മണിയൻകുന്നിൽ കടുവയെ കണ്ടത്. ഈ മണിയൻകുന്ന് എന്ന് പറയുന്ന പ്രദേശം തേയിലത്തോട്ടവും വനമേഖലയും ഒക്കെ ചേർന്ന സ്ഥലമാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ഈ മണിയൻകുന്നിലെ വട്ടക്കുനിയിൽ ബിജുവിൻ്റെ വീടിന് സമീപം എതിർവശത്തുള്ള തേയിലത്തോട്ടത്തിലാണ് കടുവയെ കണ്ടത്. ഈ ബിജു ഈ വീടിന് സമീപം നിൽക്കുന്ന സമയത്ത് തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ട് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ആ ദൃശ്യത്തിലൂടെയാണ് എതിർഭാഗത്തെ തേയിലത്തോട്ടത്തിൽ കടുവയുണ്ട്, ആ കടുവയുടെ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് കാണാം. ഞങ്ങൾ ഒരു 6:02 ആയിട്ടുണ്ടാവും. ആ സമയത്ത് കടുവനെ അവിടെ അങ്ങനെ കണ്ടു. അപ്പം തന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അത് അറിയിക്കൊണ്ടവരൊക്കെ അറിയിച്ചു. അപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. അത് ഇത് പറഞ്ഞ പോലെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ തുറന്നു വിട്ട് ഒരു 9 മണി 9:30 ആകുമ്പോൾ ഞാൻ വീണ്ടും കൂട്ടിലോട്ട് കയറലുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതിന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കണ്ണു മുന്നിൽ തന്നെ കടുവ എൻ്റെ മുറ്റത്ത് നിന്ന് പിടിച്ചിട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ വണ്ടിയില്ല, വരാൻ പറ്റില്ല, ഞങ്ങൾ രാവിലെ വരാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിഷേധിച്ച് കളയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ കടുവ ഇവിടെ ഉണ്ട്. ആടിനെ ഇതുപോലെ പിടിച്ചായിരുന്നു. അതും ഇതേപോലെ തന്നെ എൻ്റെ തൊട്ട മുന്നേ ഞാൻ പിടിച്ച് കൊണ്ടുപോയത്. ഇപ്പോൾ കടുവേൻ്റെ ഭയങ്കരമായ ശല്യമാണ്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഭാഗങ്ങളിൽ പിന്നെ വേറെ വീടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് പേടിക്കണം. അപ്പോൾ ഞങ്ങളെ വീട്ടിലാണെങ്കിൽ വളർത്ത് പശുക്കളുണ്ട്, പട്ടിയുണ്ട്. ഇതിനൊക്കെ നമുക്ക് സംരക്ഷിക്കുകയും വേണം, ഇതിനൊക്കെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുകയും വേണം. നിലവിൽ വനം വകുപ്പിൻ്റെ തെരച്ചിലൊക്കെ വെറും ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നിരന്തരം ഇത്തരത്തിൽ കടുവയുടെ ആക്രമണവും പശു ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുകയും പലതരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ വാക്കാൽ പറയുന്ന നടപടികളല്ലാത്ത യാതൊരു വിധത്തിലുള്ള സത്വര നടപടികളും ഇവിടെ ഉണ്ടായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ട പഞ്ചാരക്കൊല്ലിക്ക് സമീപമാണ് മണിയൻകുന്ന് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ ഇനി ഒരു ജീവൻ പൊലിയുന്നതുവരെ വനംവകുപ്പ് കാത്തിരിക്കരുത്. അതിനു മുൻപ് തന്നെ കടുവയെ പിടികൂടാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട ഇടപെടലുകൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടത്തണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. കടുവയെ പിടികൂടാനുള്ള നടപടികൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.